നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. മലയാള സിനിമാ നിർമ്മാതാക്കളുടെ അണിയർ കഥയാണിത്. മോഹൻലാലിനെ ആറാം തമ്പുരാനാക്കിയ ജി സുരേഷ് കുമാർ ഒടുവിൽ മോഹൻലാലിനും ആന്റണി പെരുമ്പാവൂരിനുമെതിരെ തിരിഞ്ഞപ്പോൾ മലയാള സിനിമാ പ്രേക്ഷകർ മാത്രമല്ല, സിനിമാ ലോകം ഒന്നാകെ ഞെട്ടി. മോഹൻലാൽ എന്ന വലിയ നടനെ ആന്റണി പെരുമ്പാവൂർ പൂർണ്ണമായും തട്ടിയെടുത്തു. അതെങ്ങനെയാണ്? എന്താണ് മലയാള സിനിമാ ലോകത്ത് സംഭവിച്ചിരിക്കുന്നത്? മലയാള സിനിമാ ലോകത്തെ നിർമ്മാതാക്കളെ നമുക്ക് 3 തട്ടിൽ തരംതിരിക്കാം. ഉദയ, നവോദയ, മെരിലാൻഡ്, വെങ്കിടാചലം തുടങ്ങി സിനിമയെ പ്രൊഫഷണലായി ബിസിനസ്സായി കണ്ട നിർമ്മാതാക്കളുടെ കമ്പനികൾ. ഇവരായിരുന്നു ഒരു കാലത്ത് മലയാള സിനിമയെ നിയന്ത്രിച്ചിരുന്നത്. നടനും സംവിധായകനുമൊക്കെ ഈ നിർമ്മാതാക്കൾക്ക് കീഴിൽ തൊഴിലാളികളെപ്പോലെ പണിയെടുത്തു. അന്ന് സിനിമ നിയന്ത്രിച്ചിരുന്നത് മുഴുവൻ ഈ നിർമ്മാതാക്കൾ. വളരെ പ്രൊഫഷണലായി സിനിമാ നിർമ്മാണം, സിനിമയെ ഒരു ബിസിനസ്സായി കണ്ട് എല്ലാവിധ അച്ചടക്കത്തോടും കൂടി അവർ ഈ ഇൻഡസ്ട്രി നിയന്ത്രിച്ചു. ആ ശ്രേണിയിലേക്ക് കടന്നു വന്ന ഒരുപിടി നിർമ്മാതാക്കൾ പിന്നാലെയുണ്ട്. സെൻട്രൽ പിക്ചേഴ്സ്, സെഞ്ചുറി രാജു, ജൂബിലി ജോയി, എവർഷൈൻ മണി, മുരളി മൂവീസ്, മാധവൻ നായർ, സിയാദ് കോക്കർ, ലിബർട്ടി ബഷീർ, ഇങ്ങനെ തുടരുന്നു ആ ലിസ്റ്റ്. ആ ലിസ്റ്റിൽ ഒടുവിൽ എഴുതി ചേർക്കപ്പെട്ട പേര് സ്വർഗചിത്ര അപ്പച്ചൻ. അവർക്ക് പിന്നാലെ ഇതുപോലെ കടന്നു വന്ന യുവ നിർമ്മാതാക്കൾ. അക്കൂട്ടത്തിൽ രജപുത്ര രഞ്ജിത്തും രാകേഷും തുടങ്ങി ഒട്ടനവധി നിർമ്മാതാക്കൾ. സിനിമയെ പ്രൊഫഷണലായി കണ്ട ഒരു നിർമ്മാതാവിൻ്റെ പേരുകൂടിയുണ്ട്. അതുകൂടി എഴുതി ചേർത്താൽ മാത്രമേ ആ നിർമ്മാതാക്കളുടെ ലിസ്റ്റ് പൂർണ്ണമാകൂ. രേവതി കലാമന്ദിർ എന്ന സിനിമാ നിർമ്മാണ കമ്പനിയുടെ അമരത്തിരിക്കുന്ന ജി സുരേഷ് കുമാർ. അദ്ദേഹമാണ് മോഹൻലാലിനെ ആറാം തമ്പുരാനാക്കിയത്. ഇനി രണ്ടാമതൊരു നിർമ്മാതാക്കളുടെ കൂട്ടമുണ്ട് കേരളത്തിൽ. വലിയ വലിയ പണച്ചാക്കുകൾ, നല്ല നല്ല സിനിമകൾ നോക്കി അവർ സിനിമാ നിർമ്മാണം നടത്തും. അഥവാ വലിയ വാണിജ്യമൂല്യമുള്ള സിനിമകൾ നിർമ്മിക്കും. ഈ ഗണത്തിൽപ്പെടുന്നവരാണ് PV ഗംഗാധരനും ഗോകുലം ഗോപാലനും അനൂപ് മിഡ്മിക്സുമൊക്കെ. സിനിമയോടുള്ള താല്പര്യ നിമിത്തം ഒട്ടനവധി നിർമ്മാതാക്കളും ആ കാലഘട്ടത്തിൽ മലയാളത്തിലേക്ക് വന്നു. കാഴ്ചയൊരുക്കിയ സേവി മനോമാധ്യവും നൌഷാദും തുടങ്ങി ഒരുപിടി നിർമ്മാതാക്കൾ. ഇവർ എല്ലാം ഒത്തുവന്നാൽ മാത്രമേ സിനിമാ നിർമ്മാണത്തിനിറങ്ങൂ. ഒരു വടക്കൻ വീരഗാഥ എന്ന വലിയ ചിത്രം 1 കോടി രൂപ മുതൽ മുടക്കിൽ 30 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തു തീർത്തു. അതിനുള്ള അർപ്പണ മനോഭാവമൊക്കെ അന്ന് ഹരിഹരൻ എന്ന സംവിധായകനുണ്ടായിരുന്നു. മമ്മൂട്ടി എന്ന മഹാനടനുണ്ടായിരുന്നു. സിനിമാ ലോകത്ത് നിർമ്മാണവുമായി വന്നിറങ്ങിയ മൂന്നാമതൊരു വിഭാഗമുണ്ട്. അവരാണ് സിനിമയെ ഇത്രമേൽ മുച്ചൂട് മുടിച്ചത്. ഇവരൊക്കെ വിസിറ്റിംഗ് പ്രൊഡ്യൂസർമാരാണ്. ഗൾഫിൽ അല്ലെങ്കിൽ UK-യിൽ, അമേരിക്കയിലൊക്കെ ചില ബിസിനസ് സ്ഥാപനങ്ങൾ നടത്തുന്ന ഈ പ്രാഞ്ചിയേട്ടന്മാർ കേരളത്തിലെത്തി നടന്മാരോടൊത്തുള്ള നിമിഷങ്ങളൊക്കെ പകർത്തി അത് മറുരാജ്യങ്ങളിൽ കൊണ്ടുപോയി ഒന്ന് ആഘോഷിക്കും. സാമ്പത്തിക ലക്ഷ്യം മാത്രമല്ല ഈ പ്രാഞ്ചിയേട്ടന്മാർക്ക്, അവർക്ക് മറ്റ് ചില താല്പര്യങ്ങൾ കൂടിയുണ്ട്. ചിലർക്ക് നടികളാണ് വീക്ക്നെസ് എങ്കിൽ ചിലർക്ക് എക്സ്ട്രാ നടികളാണ്. ഒരു നിർമ്മാതാവിൻ്റെ കുപ്പായമൊക്കെ ഇട്ട് കേരളത്തിലേക്ക് അവർ പറന്നിറങ്ങും. പിന്നെ രാഷ്ട്രീയ നേതാക്കളെയൊക്കെ തങ്ങളുടെ ഷൂട്ടിംഗ് സെറ്റിലേക്ക് കൊണ്ടുപോകും. ഇവിടെ സിനിമയെക്കുറിച്ച് അവർക്ക് വലിയ പിടിപാടുകളില്ല. അതുകൊണ്ട് തന്നെ നടന്മാരും ടെക്നീഷ്യൻസുമൊക്കെ പറയുന്നതാണ് ഇവർക്ക് വേദവാക്യം. നടന്മാരുടെ മുന്നിൽ ഇവർ അങ്ങനെ കീഴടങ്ങി നിന്നുകൊള്ളും. സിനിമയെക്കുറിച്ച് യാതൊരുവിധ ധാരണയുമില്ലാത്ത ഇക്കൂട്ടരാണ് പിന്നീട് സിനിമാ നിർമ്മാണത്തെ മുച്ചൂടും തേച്ചൊട്ടിച്ചത്. ആർട്ടിസ്റ്റുകൾ പറയുന്നതൊക്കെ ഇവർ കേൾക്കും. ആർട്ടിസ്റ്റുകൾക്കുള്ള പ്രതിഫല തുക പോലും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവുമാർ ഇവർക്ക് മുന്നിൽ പെരുപ്പിച്ചു കാട്ടും. ഈ വിസിറ്റിംഗ് പ്രൊഡ്യൂസർമാർ മലയാള സിനിമാ ലോകത്തെ നശിപ്പിച്ചത് കഴിഞ്ഞ 2 പതിറ്റാണ്ടിനിടയിലാണ്. ഇവരാണ് മലയാള സിനിമയുടെ ജാതകം തിരുത്തിയത് എന്ന് പറയേണ്ടി വരും. നടന്മാർ വലിയ ആളുകളായി. വിദേശങ്ങളിലൊക്കെ ചെല്ലുമ്പോൾ ഈ നിർമ്മാതാക്കൾക്ക് പിന്നാലെ നടന്മാർ കൂടും. മുമ്പൊക്കെ സംവിധായകനും നിർമ്മാതാവിനും കീഴിൽ അച്ചടക്കബോധത്തോടെ മര്യാദ കാട്ടി നിന്നിരുന്ന നടന്മാർ പിന്നീട് തലപൊക്കി. ഈ പ്രാഞ്ചിയേട്ടന്മാരെ പിന്നിൽ നിർത്തി അവർ കളിക്കാൻ തുടങ്ങി. ഈ പ്രാഞ്ചിയേട്ടന്മാർ പണച്ചാക്കുമായി കേരളത്തിൽ പറന്നിറങ്ങുന്നത് സിനിമാ നിർമ്മാണത്തിന് മാത്രമായിരുന്നില്ല. ഇതൊക്കെ മനസ്സിലാക്കിയ നടന്മാർ ഇവരെ പിന്നീട് പ്രൊഡ്യൂസർമാരാക്കുന്നു. ഇവിടെ നിർമ്മാതാവിന് കീഴിൽ അച്ചടക്കത്തോടെ ജോലി ചെയ്യാൻ നടന്മാർ തയ്യാറാകുന്നില്ല. മറിച്ച് താരങ്ങളെ പ്രേമിച്ചാണ് ഈ നിർമ്മാതാക്കളുടെ വരവ്. തുടർന്ന് മലയാളത്തിലെ നടന്മാർ പ്രൊഡ്യൂസർമാരെ ഹൈജാക്ക് ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. അങ്ങനെ പഴയ തലയെടുപ്പുള്ള നിർമ്മാതാക്കളൊക്കെ തഴയപ്പെട്ടു. പ്രൊഡ്യൂസർമാർ എന്ന പേരിൽ ചില പണച്ചാക്കുകളെ കൈപ്പിടിയിലൊതുക്കി നടന്മാരൊക്കെ പിന്നീട് പ്രൊഡ്യൂസർമാരായി. ഒപ്പം മലയാള സിനിമാ ലോകത്തെ ടെക്നീഷ്യന്മാരും പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഡ്രൈവർമാരുമൊക്കെ പ്രൊഡ്യൂസർമാരുടെ കുപ്പായമെടുത്ത കാഴ്ച. ഇവിടെയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന നടൻ്റെ വളർച്ച.
ഇതിനിടയിൽ കോവിഡ് എത്തി. അത് മലയാള സിനിമാ ലോകത്തിന് വലിയ മാറ്റങ്ങൾ സംഭവിക്കാനിടവരുത്തി. OTT എന്നൊരു വിപണന സാധ്യത തിരിച്ചറിഞ്ഞത് അക്കാലഘട്ടത്തിലാണ്. ഒരിക്കൽ എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്ത് ഒരു സിനിമാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുംബൈയിലെ ഒരു OTT പ്ലാറ്റ്ഫോമിൻ്റെ ഓഫീസിലെത്തി. വലിയ സംവിധാനമൊക്കെയാണ്. ഒരു ഗമയ്ക്ക് ഈ സിനിമയിൽ അഭിനയിക്കുന്ന മുഖ്യ നടനെയും കൂട്ടിയായിരുന്നു ഈ നിർമ്മാതാവ് OTT പ്ലാറ്റ്ഫോമിൻ്റെ ഓഫീസിലെത്തിയത്. സംസാരത്തിനിടയിൽ നടൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നമ്പറൊക്കെ വാങ്ങി. തൊട്ടടുത്ത ദിവസം ഈ OTT പ്ലാറ്റ്ഫോം കമ്പനി നടനെ വിളിച്ചു. എന്തിനാണ് മറ്റൊരു നിർമ്മാതാവ്, നിങ്ങൾക്ക് തന്നെ അങ്ങ് നിർമ്മിച്ചുകൂടെ? നടനിൽ ഇടുപൊട്ടി. അങ്ങനെ നടനെയും കൂട്ടി OTT പ്ലാറ്റ്ഫോമിൻ്റെ ഓഫീസിലേക്ക് പോയ നിർമ്മാതാവിന് പണി കിട്ടി. മുമ്പ് ദിലീപും പിന്നീട് മോഹൻലാലും മാത്രമായിരുന്നു സിനിമാ നിർമ്മാണത്തിനിറങ്ങിയതെങ്കിൽ അതിനുശേഷം പൃഥ്വിരാജും ടൊവിനോയും മലയാളത്തിലെ മിക്ക നടന്മാരും നിർമ്മാണം എന്ന ചെപ്പടി വിദ്യയുമായി ഇറങ്ങി. സൗബിൻ ഷാഹിർ ഉൾപ്പെടെയുള്ള നിർമ്മാതാക്കൾ തലപൊക്കി വന്നത് ഇക്കാലഘട്ടത്തിലാണ്. ഫഹദ് ഫാസിൽ പോലും പിന്നീട് നിർമ്മാതാവിൻ്റെ കുപ്പായമിട്ടു. അവർക്കൊക്കെ വിപണന സാധ്യതകൾ കൃത്യമായി അറിയാം. അതുകൊണ്ട് തന്നെ മറ്റു കോ പ്രൊഡ്യൂസർമാരെ ചേർത്ത് ഇവർ അതിനുള്ള സാധ്യതയും മെനഞ്ഞു. എന്നാൽ ഇതിൻ്റെ വഴി വെട്ടിത്തുറന്നത് മലയാളത്തിലെ ഒരു ഡ്രൈവറായിരുന്നു, ആന്റണി പെരുമ്പാവൂർ എന്ന മോഹൻലാലിൻ്റെ ഡ്രൈവർ. ഒരിക്കൽ മോഹൻലാലിൻ്റെ ഡ്രൈവറായി നിന്നിരുന്ന ആന്റണി പെരുമ്പാവൂരിനെ ഉൾക്കൊള്ളാൻ പിന്നീട് G. സുരേഷ് കുമാറിനെ പോലുള്ളവർക്ക് കഴിയാതെ പോയതും അതുകൊണ്ട് തന്നെ. മോഹൻലാലിനെ വെച്ച് ഒരുപിടി ചിത്രങ്ങൾ സംവിധാനം ചെയ്തിട്ടുള്ള സിബി മലയിൽ ഒരിക്കൽ ലാലിനോട് പറഞ്ഞു, ഒരു പുതിയ കഥയുടെ ത്രെഡ് എൻ്റെ പക്കലുണ്ട്, കഥയൊന്ന് പറഞ്ഞു കേൾപ്പിക്കണം. മോഹൻലാലിൻ്റെ മറുപടി അത് സിബി മലയിലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. ആ കഥയൊന്ന് ആന്റണി പെരുമ്പാവൂരിന് മുന്നിൽ പറയുമോ എന്നായിരുന്നു ലാൽ ചോദിച്ചത്. പിന്നീട് പ്രൊഡക്ഷൻ ബോയ് മുതൽ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവും പ്രൊഡക്ഷൻ മാനേജർമാരുമൊക്കെ നിർമ്മാതാവിൻ്റെ കുപ്പായമിട്ട് മലയാള സിനിമയെ നിയന്ത്രിക്കുന്ന കാഴ്ച. ഇവർക്ക് പിന്നിൽ കോ പ്രൊഡ്യൂസർമാരെ അണിനിരത്താനും അവർക്ക് കഴിഞ്ഞു. ഇതാണ് മലയാള സിനിമയിലെ മറ്റൊരു ട്വിസ്റ്റ്. നേരത്തെ പ്രൊഡക്ഷൻ മാനേജർ പിന്നീട് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവായിരുന്ന ആൻഡോ ജോസഫിനെ പോലെയുള്ളവർ മലയാള സിനിമ നിയന്ത്രിക്കാൻ തുടങ്ങിയ കാലഘട്ടം. ആൻഡോ കൊച്ചിയിൽ താമസിക്കുന്നു. മലയാള സിനിമയിലെ നടീനടന്മാരുമായുമൊക്കെ ഉറ്റ ബന്ധം. ആ ബന്ധങ്ങൾ ഉപയോഗിച്ച് ചില കോ പ്രൊഡ്യൂസർമാരെ ഒപ്പം നിർത്തി ആൻഡോ ജോസഫ് നിർമ്മാതാവിൻ്റെ കുപ്പായമിട്ടു. ആൻഡോ മാത്രമായിരുന്നില്ല, കല്ലിയൂർ ശശി, രാധാകൃഷ്ണൻ, അരോമ മോഹൻ, ആന്റണി പെരുമ്പാവൂർ, അങ്ങനെ ഒരുപിടി നിർമ്മാതാക്കൾ. ഒരു കോ പ്രൊഡ്യൂസറെ കിട്ടിയാൽ അയാൾക്ക് എന്തും ചെയ്തു കൊടുക്കാൻ തയ്യാറായി നിന്നു ഇത്തരം സിനിമ ടെക്നീഷ്യൻസ്മാർ. ഇവിടെയാണ് നമ്മൾ ആന്റണി പെരുമ്പാവൂരിൻ്റെ വളർച്ചയെക്കുറിച്ചുള്ള കഥകൾ മനസ്സിലാക്കാൻ. എൻ്റെ കാർ ഓടിക്കാൻ ധാരാളം പേർ വന്നു, പക്ഷേ അവരാരും ആന്റണി പെരുമ്പാവൂരായിരുന്നില്ല എന്ന് മോഹൻലാൽ തന്നെ പിന്നീട് തുറന്നു പറഞ്ഞു. ആശീർവാദ് സിനിമാസിന് 25 വർഷം പൂർത്തിയാക്കിയപ്പോഴായിരുന്നു മോഹൻലാലിൻ്റെ ഈ പ്രതികരണം. ചില നേരത്ത് നമ്മൾ തുടങ്ങുന്ന ചില ദൗത്യങ്ങൾ വിചാരിക്കാത്ത തലത്തിലേക്ക് നമ്മെ കൊണ്ടുചെന്നെത്തിക്കുമെന്നാണ് ലാൽ പറഞ്ഞത്. 1988 തിയേറ്ററിന്റെ മുൻനിരയിലിരുന്ന് മോഹൻലാലിന്റെ സിനിമകൾ കണ്ട് കൈയടിച്ച ഒരു പെരുമ്പാവൂർക്കാരൻ. പിന്നീട് അയാൾക്ക് തന്റെ ആരാധ്യപുരുഷനെ കാണാനും അടുത്തിടപഴകാനുമൊക്കെ അവസരം കിട്ടി. പെരുമ്പാവൂർ ടാക്സി സ്റ്റാൻഡിൽ ഓട്ടം കാത്തുകിടന്ന ഇടവേളകളിൽ പട്ടണപ്രവേശം എന്ന പടത്തിന്റെ സെറ്റിൽ ഒരു ഡ്രൈവർക്ക് പകരക്കാരനായി ആന്റണി എത്തുന്നു. മോഹൻലാലിൻ്റെ ഡ്രൈവറായാണ് അവിടെ നിയോഗം. സന്തോഷം കൊണ്ട് ആന്റണിയുടെ കിളിപോയി എന്ന് പിന്നീട് ആന്റണി തന്നെ പറഞ്ഞിട്ടുണ്ട്. താൻ വണ്ടിയുടെ ചക്രം പിടിക്കേണ്ടത് സാക്ഷാൽ മോഹൻലാലിനു വേണ്ടി. ഏതാനും ദിവസങ്ങൾ മാത്രം നീണ്ടുനിന്ന ഒരു ബന്ധം. തൻ്റെ ആരാധ്യപുരുഷനായ ലാൽ സാറിനെ കുറച്ച് ദിവസങ്ങൾ അടുത്തുനിന്ന് കാണാൻ അങ്ങനെ ആ പെരുമ്പാവൂർക്കാരന് കഴിഞ്ഞു. ജോലി തീർത്ത് മടങ്ങുമ്പോൾ അയാൾ മോഹൻലാലിനോട് ചോദിച്ചു, ഇനി എവിടെയെങ്കിലും വെച്ച് കണ്ടാൽ സാർ എന്നെ തിരിച്ചറിയുമോ? അതെന്ത് ചോദ്യമാണ് ആന്റണി എന്ന മോഹൻലാലിന്റെ മറുപടി. പിന്നീട് കൊച്ചിയിൽ 3-ാം മുറ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഷൂട്ടിംഗ് സെറ്റിലെത്തിയിരുന്നു ആന്റണി പെരുമ്പാവൂർ. ദൂരെ മാറി നിന്ന ആന്റണിയെ മോഹൻലാൽ കൈകാട്ടി വിളിച്ചു. അപ്പോൾ ലാലിന്റെ ഒരു ചോദ്യം, കുറച്ച് ദിവസം എന്റെ വണ്ടി ഓടിക്കാമോ? ആന്റണിക്ക് അതിൽ പരം ഒരു സന്തോഷമില്ലായിരുന്നു. ഷൂട്ടിംഗ് അവസാനിക്കും വരെ ആന്റണി ലാലിനൊപ്പം നിന്നു. പായ്ക്കപ്പിന്റെ ദിനം അന്ന് ലാൽ ചോദിച്ചു, ആന്റണി പോരുന്നോ എന്റെ കൂടെ? ആന്റണി അന്ന് വാഹനം ഓടിച്ചു കൊണ്ടുപോയത് മോഹൻലാലിന്റെ മനസ്സിലേക്കായിരുന്നു എന്ന് പിന്നീട് അഭിമുഖങ്ങളിൽ ആന്റണി പറഞ്ഞു. എന്നാൽ തന്ത്രശാലിയായ ആന്റണി പെരുമ്പാവൂർ പിന്നീട് മോഹൻലാലിനെ പൂർണ്ണമായി ഹൈജാക്ക് ചെയ്തുവെന്നാണ് തിരുവനന്തപുരം ലോബി പറയുന്നത്. തിരുവനന്തപുരം ലോബി മാത്രമല്ല, മലയാള സിനിമയിലെ മികച്ച നിർമ്മാതാക്കളൊക്കെ ഇത്തരമൊരു കമന്റ് ഇപ്പോൾ പറയുന്നു. സന്തത സഹചാരിയിൽ നിന്ന് പിന്നീട് നടനിലേക്ക് ആന്റണി പെരുമ്പാവൂരിന്റെ രംഗപ്രവേശം. മോഹൻലാൽ അഭിനയിച്ച പല സിനിമകളിലും വളരെ ചെറിയ വേഷങ്ങളിൽ പിന്നീട് ആന്റണി പെരുമ്പാവൂർ പ്രത്യക്ഷപ്പെട്ടു. അയിത്തം, കമലദളം, പിൻഗാമി, ഗാന്ധർവൻ, തേന്മാവിൻ കൊമ്പത്ത്, കാലാപാനി, വർണ്ണപ്പകിട്ട്, ചന്ദ്രലേഖ, ഹരികൃഷ്ണൻ, സിരുവർ,
അയാൾ കഥെഴുതുകയാണ്. ഒപ്പം ദൃശ്യം, പുലിമുരുകൻ, ഒടിയൻ, ലൂസിഫർ, ബ്രോഡാഡി എന്നിങ്ങനെ ഒരുപിടി ചിത്രങ്ങൾ. ആന്റണി പെരുമ്പാവൂരിൻ്റെ മുഖം കാട്ടിയോ എങ്കിൽ ചിത്രം ഹിറ്റ്. ഇത്തരമൊരു തിയറി അങ്ങനെ മോഹൻലാലിനെ ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു പഠിപ്പിച്ചു. അങ്ങനെ ആന്റണിയുടെ സാന്നിധ്യം സിനിമയുടെ വിജയഘടകങ്ങളിൽ ഒന്നായി മോഹൻലാൽ കണക്കുകൂട്ടി. മോഹൻലാലിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ച 3 സിനിമകൾ ദൃശ്യവും, പുലിമുരുകനും, ലൂസിഫറും. ഇതൊക്കെ മോഹൻലാലിനെ പാൻ ഇന്ത്യൻ താരമാക്കി. ഈ പ്രോജക്റ്റുകളൊക്കെ ആന്റണിയുടെ തീരുമാനം കൂടിയായിരുന്നു. കഥയും തിരക്കഥയും നിശ്ചയിക്കുന്നതടക്കമുള്ള കാര്യങ്ങളിൽ ആന്റണി ഇടപെട്ടു. ഇവിടെയാണ് ആന്റണിയുടെ ഇടപെടലുകളുടെ വ്യാപ്തി പൂർണ്ണമായും മനസ്സിലാക്കേണ്ടത്. എങ്ങനെയാണ് ആന്റണി പെരുമ്പാവൂർ എന്ന നിർമ്മാതാവ് ഉദയം ചെയ്തത്? അതിനൊരു പിന്നാമ്പുറ കഥയുണ്ട്. മോഹൻലാലിനെ വെച്ച് സിനിമയെടുത്ത് സൂപ്പർ ഹിറ്റായി മാറിയ മണിച്ചിത്രത്താഴ്, അതിൻ്റെ നിർമ്മാതാവ് സ്വർഗചിത്ര അപ്പച്ചൻ. അതിനു മുൻപ് വിയറ്റ്നാം കോളനി എന്നൊരു സിനിമ മോഹൻലാലിനെ വെച്ചെടുത്തിരുന്നു സ്വർഗചിത്ര പ്രൊഡക്ഷൻ കമ്പനി. മണിച്ചിത്രത്താഴിൻ്റെ വിജയം കണ്ട മോഹൻലാലിൻ്റെ ഡ്രൈവർ ആന്റണി പെരുമ്പാവൂരിന് ഒരു മോഹം, ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യണമെന്ന്. അതിനു മുൻപ് മോഹൻലാലിനൊരു നിർമ്മാണ കമ്പനിയുണ്ട്, പ്രണവ് പിക്ചേഴ്സ്. ആ നിർമ്മാണ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞ് തകർന്നടിഞ്ഞു. സ്വർഗചിത്ര അപ്പച്ചനെ കണ്ട് ആന്റണി പെരുമ്പാവൂർ പറഞ്ഞു, മോഹൻലാലിൻ്റെ ഒരു ഡേറ്റ് ഉണ്ട്, രഞ്ജിത്തിൻ്റെ കഥയും. രഞ്ജിത്ത് എന്ന സ്വർഗചിത്ര അപ്പച്ചൻ്റെ വലിയ സുഹൃത്താണ്. കോഴിക്കോട് സ്വർഗചിത്ര അപ്പച്ചൻ്റെ വീട്ടിൽ പോയി രഞ്ജിത്ത് പറഞ്ഞു, ആന്റണി പെരുമ്പാവൂർ വിചാരിച്ചാൽ മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടും. മോഹൻലാലിൻ്റെ ഡേറ്റ് കിട്ടുക അന്ന് എളുപ്പമല്ല. പക്ഷെ ആന്റണി പെരുമ്പാവൂരിന് ലാൽ ഡേറ്റ് കൊടുത്തു. അങ്ങനെ ആന്റണി പെരുമ്പാവൂർ സ്വർഗചിത്ര അപ്പച്ചനുമായി സംസാരിച്ചു. നരസിംഹം എന്ന സിനിമയുടെ പിറവി അങ്ങനെയായിരുന്നു. സ്വർഗചിത്ര പറഞ്ഞു, മുഴുവൻ പടവും നിർമ്മാണത്തിനായി താൻ ഫിനാൻസ് ചെയ്യാം. ടോട്ടൽ കളക്ഷൻ്റെ 25% തനിക്ക് വേണം. ഈ പടം ഓടുമെന്ന് സ്വർഗചിത്ര അപ്പച്ചന് നല്ല നിശ്ചയമുണ്ട്. അങ്ങനെ നരസിംഹം പിറക്കുന്നു. 5 പൈസ ആന്റണി പെരുമ്പാവൂരിൻ്റെ പോക്കറ്റിൽ നിന്ന് മുടക്കേണ്ടി വന്നില്ല. പകരം നല്ല പണം ലാഭം കിട്ടി. അതിന് തൊട്ടു പിന്നാലെ രാവണപ്രഭു എന്ന അടുത്ത ചിത്രം. നരസിംഹം ഷാജി കൈലാസ് ആയിരുന്നു സംവിധാനം ചെയ്തതെങ്കിൽ രാവണപ്രഭുവിൻ്റെ സംവിധാനം കൂടി തിരക്കഥാകൃത്തും കഥാകൃത്തുമായ രഞ്ജിത്ത് ഏറ്റെടുത്തു. നിർമ്മാണം അങ്ങനെ ആന്റണി പെരുമ്പാവൂരിൻ്റെ ബാനറിൽ. പക്ഷേ 100% ഫിനാൻസ് മുടക്കിയത് സ്വർഗചിത്ര അപ്പച്ചൻ. നരസിംഹത്തിൻ്റെ അതേ വ്യവസ്ഥകൾ തന്നെ. 25% ഗ്രോസ് കളക്ഷൻ സ്വർഗചിത്രയ്ക്ക്. 2 സിനിമകളുടെ വിജയം അത് അക്ഷരാർത്ഥത്തിൽ ലാലിൻ്റെ ഗ്രാഫ് മറ്റൊരു തലത്തിലേക്ക് ഉയർത്തി. അതിന് തൊട്ടു പിന്നാലെ ജി സുരേഷ് കുമാർ മോഹൻലാലിനെ കാണുന്നു. മോഹൻലാലിനോട് 6-ാം തമ്പുരാൻ എന്ന സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നു. രഞ്ജിത്ത് തന്നെയാണ് അതിൻ്റെയും കഥ. 6-ാം തമ്പുരാൻ എന്ന സിനിമയ്ക്കും ഫിനാൻസുമായി നേരെ സ്വർഗചിത്ര അപ്പച്ചനെത്തുന്നു. ഇതോടെ മോഹൻലാലിൻ്റെ അടുത്ത ഹിറ്റ് പിറക്കുന്നു. ആദ്യം മോഹൻലാലിൻ്റെ ഡ്രൈവർ, പിന്നീട് മാനേജരായുള്ള സ്ഥാനക്കയറ്റം. മോഹൻലാലിൻ്റെ മാനേജറായി തീർന്ന ആന്റണി പെരുമ്പാവൂർ എല്ലാ നിർമ്മാതാക്കളോടും കണക്ക് പറഞ്ഞ് കൃത്യമായി മോഹൻലാലിൻ്റെ ശമ്പളം വാങ്ങിച്ചെടുത്തിരുന്നു. ആ വിരുത് മോഹൻലാൽ പ്രത്യേകം ശ്രദ്ധിച്ചു. പ്രണവ് എന്ന തൻ്റെ നിർമ്മാണ കമ്പനി പൊളിഞ്ഞതോടെ ആന്റണി പെരുമ്പാവൂരിനെ മുൻനിർത്തി സിനിമാ നിർമ്മാണത്തിലേക്ക് കടക്കാം എന്ന് ലാലും കണക്കുകൂട്ടി. അതൊരു സൂപ്പർ ഹിറ്റ് ജോഡിയായി മാറി. താൻ ബിസിനസ്സിന് പറ്റിയ ആളല്ലെന്നും അതുകൊണ്ടാണ് ആന്റണി പെരുമ്പാവൂരിന് ഡേറ്റുകൾ നൽകുന്നതെന്നും മോഹൻലാൽ സഹപ്രവർത്തകരോടൊക്കെ പറഞ്ഞു. എന്നാൽ ഇതത്ര കണ്ട് സഹപ്രവർത്തകർക്ക് ദഹിക്കാറില്ല. മറ്റു നിർമ്മാതാക്കളെയൊക്കെ വെട്ടിയൊതുക്കി മോഹൻലാൽ ഒരു വഴിയിട്ടപ്പോൾ അതേ വഴി തന്നെ മലയാള സിനിമാ ലോകത്തെ മിക്ക നടന്മാരും സഞ്ചരിക്കുന്നതാണ് നമ്മൾ കണ്ടത്. പിന്നീട് സിനിമയുടെ നിർമ്മാണ ചെലവ് കുതിച്ചു കയറി. താരങ്ങൾ തങ്ങളുടെ പ്രതിഫല തുക പല മടങ്ങ് വർദ്ധിപ്പിച്ചു. പഴയ നിർമ്മാതാക്കൾക്കൊന്നും ഇത് പറ്റിയ പണിയല്ല എന്ന് മനസ്സിലായി. പലരും ഉൾവലിഞ്ഞു. ആശീർവാദ് സിനിമാസ് ഇതിനകം തന്നെ നിരവധി സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. എങ്കിലും ആന്റണി പെരുമ്പാവൂർ പൊതുവെ റിസ്ക് എടുക്കുന്ന നേച്ചറില്ല. അതുകൊണ്ട് തന്നെയാണ് ബറോസ് എന്ന സിനിമയ്ക്ക് രവി പിള്ളയിൽ നിന്ന് 50 കോടി വാങ്ങിയെടുത്തത്. 100 കോടി ചിലവെന്നൊക്കെയാണ് ബറോസിൻ്റെതായി നമ്മൾ പറഞ്ഞു കേട്ടത്. എന്നാൽ ആകെ മുതൽ മുടക്ക് 50 കോടിയിൽ താഴെ മാത്രമാണ് എന്ന് ചിലർ അടക്കം പറയുന്നു. ആ പണമാകട്ടെ കോ പ്രൊഡ്യൂസറായ രവി പിള്ളയിൽ നിന്ന് വാങ്ങിയെടുക്കുകയും ചെയ്തു. സമാനമായ സാഹചര്യമാണ് ഇപ്പോൾ എമ്പുരാൻ എന്ന സിനിമയ്ക്ക് പിന്നിലെ കഥകളായി നമ്മൾ കേൾക്കുന്നതും. ലൈക്ക പ്രൊഡക്ഷൻസിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങാനായി നിർമ്മാണ ചെലവ് 10 മടങ്ങ് കൂട്ടിക്കാട്ടി എന്നാണ് സിനിമാ ലോകത്തെ സംസാരം. 1 കോടി ചെലവിൽ നിർമ്മിച്ച നരസിംഹം എന്ന സിനിമ 22 കോടിയാണ് അന്ന് മാർക്കറ്റിൽ നിന്ന് കളക്ട് ചെയ്തത്. ഇതിനെ തുടർന്ന് രാവണപ്രഭു, നാട്ടുരാജാവ്, നരൻ, രസതന്ത്രം, ഇന്നത്തെ ചിന്താവിഷയം, ചൈന ടൗൺ, സ്പിരിറ്റ്, ദൃശ്യം എന്നും എപ്പോഴും ഒപ്പം, ലൂസിഫർ, ദൃശ്യം തുടങ്ങി ഒരുപിടി ചിത്രങ്ങൾ ഏറിയ പങ്ക് ബ്ലോക്ക് ബസ്റ്ററുകളായി. എന്നാൽ ഈ ചിത്രങ്ങളിലൊക്കെ നമ്മൾ കാണുന്ന ഒരു പേര് കൂടിയുണ്ട്, കോ പ്രൊഡ്യൂസർ.
ആന്റണി പെരുമ്പാവൂർ ഇന്ന് എത്തി നിൽക്കുന്ന ഉയരങ്ങൾ അചിന്ത്യമാണ്. നിർമ്മാതാവായി തുടങ്ങി ആശീർവാദ് മൾട്ടിപ്ലക്സ് തിയേറ്റർ സമുച്ചയങ്ങളിലൂടെ പന്തലിച്ച് മാക്സ് ലാബ് എന്ന വിതരണ കമ്പനിയിലൂടെ കടന്ന് അതിരുകളില്ലാത്ത പല സംരംഭങ്ങളിലേക്കും അയാൾ നീങ്ങി. ആന്റണിക്ക് ലാലും ലാലിന് ആന്റണിയും അത്രമേൽ അനിവാര്യമാണ്. ഇത്രയധികം പടങ്ങൾ ആന്റണി പെരുമ്പാവൂരുമായി ഒത്തുചേർന്ന് മോഹൻലാൽ ചെയ്യുമ്പോഴും മറ്റു പ്രൊഡ്യൂസർമാരെ പിന്നീട് ലാൽ തഴഞ്ഞു. അതാണ് പഴയ തിരുവനന്തപുരം ലോബി അടക്കമുള്ളവരെ ഇപ്പോൾ പ്രകോപിപ്പിച്ചിരിക്കുന്നതും. പഴയതൊക്കെ മോഹൻലാൽ മറന്നു എന്ന പരിഭവം ശക്തമാണ്. വളരെ വർഷങ്ങൾക്ക് മുൻപ് ഒരു ആയുർവേദ ചികിത്സയുമായി ബന്ധപ്പെട്ട് മോഹൻലാൽ കോയമ്പത്തൂർ ആര്യവൈദ്യശാലയിൽ ചികിത്സ തേടിയിരുന്നു. അന്ന് ഡ്രൈവറായിരുന്ന ആന്റണി മാത്രമാണ് അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നത്. അന്ന് ലാലിൻ്റെ ഓരോ കാര്യങ്ങളും ചെയ്തിരുന്നത് ആന്റണി. ലാലിനെ മരുന്ന് കഴിപ്പിച്ചതും എഴുന്നേൽപ്പിച്ചിരുത്തിയതും ഭക്ഷണം നൽകിയതുമൊക്കെ ആന്റണി ഒറ്റയ്ക്ക്. ഒരു കൊച്ചുകുട്ടിയെപ്പോലെ അയാൾ മോഹൻലാലിനെ നോക്കി. മോഹൻലാൽ അനുസരിച്ചു. ഒരു ഭാര്യ ചെയ്യേണ്ട ചുമതലകളൊക്കെ ആന്റണി ചെയ്തു കൊടുത്തു. അണ്ണ ഇതൊക്കെ കണ്ടില്ലേ, ഒരു ഭാര്യ പോലും ഇങ്ങനെയൊക്കെ ചെയ്യുമോ എന്ന് ആലപ്പി അഷ്റഫിനോടെന്ന് മോഹൻലാൽ ചോദിച്ചു. ഇതാണ് ഇരുവർക്കുമിടയിലുള്ള ബന്ധമെന്ന് ആലപ്പി അഷ്റഫ് പറയുന്നു. ഇന്ന് മോഹൻലാൽ എന്ന വലിയ നടന്റെ ഓരോ കാര്യവും തീരുമാനിക്കുന്നത് ആന്റണി പെരുമ്പാവൂരാണ്. അതിൽ പഴയകാല നിർമ്മാതാക്കൾക്ക് വലിയ റോളില്ല. ആന്റണി പെരുമ്പാവൂരിനൊപ്പം മോഹൻലാലിന് ഏറെ വിശ്വസ്തതയുള്ള മറ്റൊരു പേര് കൂടിയുണ്ട്. അദ്ദേഹത്തിന്റെ ഓഡിറ്ററായ സനൽകുമാർ. അതൊരു പഴയ ബന്ധമാണ്. മോഹൻലാലിനെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് തടങ്കലിൽ വെച്ചിരിക്കുകയാണ് ആന്റണി പെരുമ്പാവൂരെന്ന് മോഹൻലാലിനെ സ്നേഹിക്കുന്ന തിരുവനന്തപുരം ലോബി പറയുന്നു. തിരുവനന്തപുരംകാർ മാത്രമല്ല, മുഖ്യധാരാ സിനിമയിൽ നിന്ന് മാറി നിൽക്കുന്ന പഴയകാല നിർമ്മാതാക്കളുടെയൊക്കെ പരിഭവം അതാണ്. എന്തുകൊണ്ടാണ് മോഹൻലാലിനെ ഇത്രമേൽ തടങ്കലിലാക്കിയിരിക്കുന്നത് ആന്റണി പെരുമ്പാവൂർ? അത് സ്നേഹത്തിൻ്റെ തടവറയാണോ എന്ന് വ്യക്തമാക്കേണ്ടത് മോഹൻലാൽ തന്നെയാണ്. എങ്കിലും ഇതൊരു അപൂർവ ബാന്ധവം തന്നെ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.